നിന്നെ ഞാൻ ഇവിടുന്ന് കെട്ടിക്കൂടി ഇറണം കേട്ടവളെ. ഇന്ന് നിന്റെ അവസാനം അടി. നീ ഇങ്ങോട്ട് എണീറ്റ് വാ. ഓ പണ്ടാരം പിടിക്കാൻ ഇതാരാ ഈ നേരത്ത്? ഓ ഇതെന്റെ കൊച്ചല്ലേ? ആ ഹലോ എടി കൊച്ചേ, നിനക്ക് സുഖാണോ? ആ നിന്റെ അമ്മായിയമ്മേനൊരു പാഠം പഠിപ്പിച്ചെന്നോ? കലക്കി കൊച്ചേ, എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ആ തള്ളക്ക് ഇത്തിരി ഇളക്കം കൂടുതലാ. അതാവശ്യ. അത് പിന്നെ എനിക്കറിയത്തില്ലേ. നീ ആരടി ആടി മോള്? ചായ വെറുതെ പറഞ്ഞതാണേ. പറയടി. നീ അങ്ങനെ ഓരോ പണി ആ തള്ളേനെ കൊണ്ടങ്ങ് എടുപ്പിക്കടി. ആ മൂദേവിയോ ഹരണം കേട്ടവള്. അവളെ എണീറ്റോന്ന്. ഇപ്പൊ എണീക്കും. മൂട്ടില് വെയിലടിച്ചാലും എണീക്കൂല. ഇന്നിങ്ങോട്ട് എണീറ്റ് വരട്ടെ. വെച്ചിട്ടുണ്ട് ഞാൻ. എണീറ്റോ? എന്നാ പറ്റി അമ്മച്ചി ഇത്ര നേരത്തെ എഴുന്നേക്കാൻ? എന്തായാലും ഇതാ ഈ ചൂട് ചായ അങ്ങ് കൂടി. ഇതെന്നാത്തിന് ഇത്ര നേരത്തെ എണീറ്റ് പോന്നേ? കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങാൻ മേലായിരുന്നോ? മറ്റേ ഉറക്കക്ഷീണം ഒന്നും അങ്ങോട്ട് മാറിയിട്ടില്ലല്ലോ. കണ്ണിന്റെ അടിയൊക്കെ ആണ്ടേ കറത്തിരിക്കുന്നു. എന്നാ അമ്മച്ചി കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ വരുവാണോ? എന്നാലും എന്റെ കൊച്ചു വല്ലാണ്ട് അങ്ങോട്ട് ക്ഷീണിച്ചു പോയി. എന്നാണ്ടേ ഈ പാലങ്ങോട്ട് കുടിച്ചേ. എന്താ? അയ്യോ എനിക്ക് പിന്നെ മതി. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. കൊച്ചിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന കണ്ടാലേ അമ്മച്ചി നോക്കാത്തതിന്റെ കുഴപ്പമെന്നല്ലേ നാട്ടുകാരൊക്കെ പറയത്തുള്ളൂ. ആണോ? കണ്ണടച്ചൊരൊറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ച് അമ്മച്ചി ചായ ഞാൻ കുടിച്ചോളാം. ഇതെന്നാ അമ്മച്ചി, ഇത് ശരിക്കും അങ്ങ് കലങ്ങിയിട്ടില്ലല്ലോ. അത് കലങ്ങിക്കോളൂ എന്റെ ചക്കരേ. അതിങ്ങോട്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ. അതല്ലെന്നേ, ഇന്ന് അമ്മച്ചിനെ കാണാൻ കൂടുതൽ സുന്ദരിയായിട്ടുണ്ടെന്ന് പറയായിരുന്നു. അത് പിന്നെ എനിക്കറിയത്തില്ലേ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കൊച്ചു കൊണ്ടുവന്നപ്പം. എന്നെ കാണാൻ ഇനോ ഒരു ഗ്ലാമർ ആയിരുന്നു അറിയാവോ? നിന്നെ കാണാൻ സുന്ദരിയായിരുന്നു. ഇതല്ലേ അടി കൊച്ചേ ഹനുമാന്റെ പുതിയ രൂപം? കൊള്ളാടി കൊച്ചേ. പിന്നെ എന്നെ എപ്പോഴല്ലേ അടി കാണാൻ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞു പോയി? ശരിയാ അമ്മച്ചി, ഇപ്പൊ കണ്ടാലേ ഉപ്പിലിട്ട കൊരമാങ്ങ പോലെയായി അല്ലേ? നീ ആൾ കൊള്ളാലോടി. ഏതായാലും വാ അമ്മച്ചി, നമുക്കൊരു സെൽഫി എടുക്കാം. നീ ഇവിടെ കുൽഫി എടുത്തോണ്ടിരുന്നോ? ഇന്നലെ ആ തെക്കലെ കള്ളന്റെ വീട്ടിൽ കള്ളം കയറിയെന്ന്. എന്നൊക്കെ സ്വർണ്ണം അടിച്ചെടുത്തോണ്ട് പോയെന്ന് അറിയാവോ? അമ്മച്ചിയുടെ പൊന്നുമോളെ ഇപ്പോഴീ സ്വർണ്ണാക്കിട്ട് ഇങ്ങനെ മിനിക്ക് നടക്കുവാണോ? ഇതൊക്കെ ഇങ്ങോട്ട് ഊരി തന്നേക്കുന്നേ. അമ്മച്ചി നല്ല പൊന്നു പോലെ നോക്കിക്കോളാം. ഇതൊക്കെ ഒറിജിനൽ 916 തന്നെയാ. ആ കാര്യത്തിൽ അമ്മച്ചിക്ക് ഒരു ഡൗട്ടും വേണ്ട. ഇതൊക്കെ ഇവിടെ തന്നെ കിടന്നോളും. പരട്ടത്തവളോടൊരു മനസ്സിലിരിപ്പേ എന്റെ സ്വർണത്തില്. ആ പരിപ്പ് ഈ കലത്തി വേഗല. മോളെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അത് നമുക്കിന്ന് പരിപ്പ് കറി വെച്ചാലോന്ന് പറഞ്ഞതാ. ഇന്ന് വേണ്ട, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വെക്കാം. നീ ഇങ്ങോട്ട് വന്നേടി. നീ അമ്മച്ചിയുടെ പൊന്നും കൂടെ അല്ലേ? പൊടിയറണം കേട്ടവളെ മൂദേവി. എന്റെ കൊച്ചിനെ വിളച്ചെടുത്ത പുന്നാര മോളെ, നിന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് കെട്ടിക്കടി. ആ അമ്മച്ചിയുടെ പൊന്നു കൊച്ചാടേ. പരട്ടത്തള്ളയുടെ ഒരു മനസ്സിലിരിപ്പേ നിങ്ങളുടെ മോനെ കൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുന്ന് ചവിട്ടി പുറത്തടിക്കും എന്റെ തള്ളേ. അമ്മച്ചി മോളെ വിട്. അമ്മച്ചിക്ക് വേനെടുക്കുന്ന ആദ്യം അമ്മച്ചി എന്നെ വിട. ആദ്യം വിടറി ശരിയാക്കി തടി. അതിനുപോലെ നിങ്ങൾ ചാവ് പറച്ചത്താളെ. നിങ്ങൾക്ക് അന്ന് ചായ ഞാൻ വിമ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ബാത്റൂമിൽ ഇറങ്ങത്തില്ല. ദൈവമേ വെറുതെ അല്ല. നീ എത്ര വലിയ സന്തോഷിക്കണ്ടേ? നിനക്ക് തോന്നുന്നു പോ ഞാൻ പോഷാണം കളിക്കുന്നുണ്ടായിരുന്നടി. ദൈവമേ അയ്യോ പോണി ചെറിയൊരു പൊളിപ്പ്. എടിയാറണം കേട്ടോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ദൈവമേ എന്റെ ദൈവമേ ഈ പണ്ടാരത്താൾ ഇന്നും കൊണ്ട് പണ്ടാരടങ്ങണേ. കർത്താവേ ഇനി ഞാനെങ്ങാനും പണ്ടാരടങ്ങുമോ? ഈശ്വരാ.